ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട ഡിയോ നമുക്ക് സർവീസിനായിട്ട് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്തതാണ്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം, ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊരു ചെറിയ സൗണ്ട് ഉണ്ട്, അത് വൈബ്രേഷൻ സൗണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് കമ്പനി ലൈനർ കിടക്കണേ, ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം നമുക്ക്. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബാരിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയറിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് കുറച്ച് വെള്ളത്തിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓറിങ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് തന്നെ പ്രോബ്ലമാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്, നമ്മൾ മാനുവലായിട്ട് ഗ്രീസിങ് ആവശ്യമുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ബെൽറ്റ് നിലവിൽ കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല, പുതിയ ബെൽറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഒക്കെ നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ക്ലച്ച് വേറെ പറയാത്ത കംപ്ലയിൻസ് ഒന്നുമില്ല. റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചാനാണ്. അപ്പോൾ ക്ലച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, 2 കേബിളുകളും നമുക്ക് പുതിയതാണ് കിടക്കണേ. കാർബറേറ്റർ അസംബ്ലി പുതിയതായിരിക്കണേ. ചെറിയൊരു വലിയ കുറവിൻ്റേതായിട്ടുള്ള പ്രോബ്ലം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ പ്രശ്നത്തിലേക്കൊന്നും ആയിട്ടില്ല. പരമാവധി ഉപയോഗിക്കാം. കാരണം ഇപ്പോഴത്തെ കാർബറേറ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വർക്കിന് കയറ്റി ഇപ്പോൾ കാർബറേറ്റർ അസംബ്ലി നമ്മൾ മാറ്റിയതാണ്. പക്ഷേ അതിൻ്റെ റിപ്പീറ്റ് കംപ്ലയിൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ഉപയോഗിക്കുക, ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ അയച്ചാൽ മതി. പിന്നെ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി നമുക്ക് ആംറോയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്, 2024 മോഡൽ, BTZ 5 മോഡൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.12 വരെയാണ് വന്നത്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ പിന്നെ അത് കൂടാണ്ട് പൊല്യൂഷൻ ടെസ്റ്റിൻ്റെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വണ്ടി നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ ഒരു വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. കാരണം പൊല്യൂഷൻ കൂടി എടുത്തിട്ട് വേണം നമുക്ക് സർവീസ് വാഷിങ്ങിനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്തു വരുമ്പോഴത്തേക്കും ഒരല്പം താമസം വരാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെയാണ് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ കയറിയപ്പോൾ ഇച്ചിരി ലേറ്റായി, അതാ പറ്റിപ്പോയി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.